വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: എന്താണ് ഗലീലായിലെ കാനായിൽ 3-ാം ദിവസം നടന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിവാഹ വിരുന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 2: അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ ഡാഷ്. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കിടക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3: കലവറക്കാരൻ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അതിഥികൾ ലഹരിയിലായപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 4: ഒരുവനും ദൈവസന്നിധിയിൽ ഡാഷ് വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 5: യേശു ഏത് സമയത്ത് കിണറിന്റെ അരികിലിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 6-ാം മണിക്കൂർ. ക്വസ്റ്റ്യൻ നമ്പർ 6: നിങ്ങളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 7: ഡാഷ് ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മെതിക്കളത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 8: ജനങ്ങൾ യേശുവിനെ അനുഗമിച്ചത് അവർ കണ്ട അടയാളങ്ങൾ എന്തായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രോഗികളിൽ പ്രവർത്തിച്ച അടയാളങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 9: കർത്താവിന്റെ എന്തിന്റെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു? അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഉടമ്പടിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 10: എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്തിന്റെ അരുവികൾ ഒഴുകും? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവജലത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 11: മഹലോനും കിലിയോനും തമ്മിലുള്ള ബന്ധം എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സഹോദരൻ. ക്വസ്റ്റ്യൻ നമ്പർ 12: ബലി അർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെനീനായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും എന്താണ് കൊടുത്തിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഓഹരി.
ക്വസ്റ്റ്യൻ നമ്പർ 13. 3 ദിവസം എന്ന വാക്ക് യേശുവിന്റെ ജീവിതത്തിൽ പിന്നീട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുനരുദ്ധാനം. ക്വസ്റ്റ്യൻ നമ്പർ 14. അവന്റെ പേര് എലിമലക്, ഭാര്യ നവോമി, പുത്രന്മാർ മഹലോനും കിളിയോനും. അവർ യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അവർ എവിടെ താമസമാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മൊവാബിൽ. ക്വസ്റ്റ്യൻ നമ്പർ 15. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ഡാഷ് വലുതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആദ്യത്തേതിലും. ക്വസ്റ്റ്യൻ നമ്പർ 16. ദൈവം തന്റെ പുത്രനെ ഏതുദ്ദേശത്താൽ ലോകത്തിലേക്ക് അയച്ചുവെന്ന് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ലോകം രക്ഷ പ്രാപിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 17. ദൈവം കൂടെയില്ലെങ്കിൽ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ലെന്ന് നിക്കോദമോസ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അടയാളങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 18. കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നു അവൻ. ആരുടെ കുറിച്ചാണ് ഈ വാക്ക് യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യോഹന്നാൻ സ്നാപകൻ. ക്വസ്റ്റ്യൻ നമ്പർ 19. ഫിലിസ്തീയ ഡാഷ് വിളിച്ചുകൂട്ടി ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ പേടകം വിട്ടുകൊടുക്കുക? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രഭുക്കന്മാരെ. ക്വസ്റ്റ്യൻ നമ്പർ 20. ഗലാത്യ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ മുഖേന എന്ന വാക്ക് എത്ര തവണ ആവർത്തിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 3. ക്വസ്റ്റ്യൻ നമ്പർ 21. യോഹന്നാൻ ആകാശത്തിൽ നിന്ന് എന്ത് കണ്ടിറങ്ങി വരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രാവ് പോലെ ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 22. ലോകം ആരിലൂടെ സൃഷ്ടിക്കപ്പെട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 23. ആരുടെ പേടകം അവർ എക്രോണിലേക്ക് അയച്ചു? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 24. എൽക്കാന ബലിയർപ്പിക്കുന്ന ദിവസം ആർക്കൊക്കെ ഓഹരി കൊടുത്തിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഭാര്യ പെനീനായിക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും. ക്വസ്റ്റ്യൻ നമ്പർ 25. യേശു തന്റെ പിതാവിനെ എന്തെന്ന് വിളിച്ചു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 26. എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 2. ക്വസ്റ്റ്യൻ നമ്പർ 27. യഹൂദർ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു എത്ര ദിവസത്തിനകം ദേവാലയം പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 3 ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 28. ഫരിസേയർ കേട്ടത് എവിടെ നിന്നാണ് യേശു കൂടുതൽ ശിഷ്യരെ ശിഷ്യപ്പെടുത്തുന്നു എന്ന്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യൂദയായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 29. യഹൂദർ യേശുവിനോട് അടയാളം ചോദിച്ചത് എവിടെ ആയിരുന്നു? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യെരുശലേം ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 30. ജനങ്ങൾ യേശുവിനെ പിന്തുടർന്നത് എന്തുകൊണ്ടാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രോഗികളിൽ ചെയ്ത അടയാളങ്ങൾ കണ്ടതിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 31. ഫിലിസ്ത്യർ ദൈവത്തിന്റെ പേടകം എവിടെ സ്ഥാപിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം. ക്വസ്റ്റ്യൻ നമ്പർ 32. ആ വെളിച്ചം എവിടെയാണ് പ്രകാശിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇരുളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 33. യേശുവിന്റെ പേര് പരാമർശിക്കപ്പെടുന്ന ആദ്യ വാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യോഹന്നാൻ 1-ാം അധ്യായം 17-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 34. മനുഷ്യപുത്രനായതിനാൽ വിധിക്കാനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 35. അജകവാടത്തിനടുത്ത് ഏത് കുളമുണ്ടായിരുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബേത്സൈദ. ക്വസ്റ്റ്യൻ നമ്പർ 36. ബോവാസ് ഡാഷ് ചെന്നു. അപ്പോൾ മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നു. ബോവാസ് അവനോട് പറഞ്ഞു, സ്നേഹിത, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. അവൻ അങ്ങനെ ചെയ്തു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നഗരവാതിൽക്കൽ. ക്വസ്റ്റ്യൻ നമ്പർ 37. ബേത്സൈദ കുളത്തിന് എത്ര മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 5. ക്വസ്റ്റ്യൻ നമ്പർ 38. ന്യായാധിപന്മാരുടെ ഡാഷ് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭരണകാലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 39. സമരിയക്കാരെ യേശുവിനോട് അപേക്ഷിച്ചത് എന്തിനാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവജലം തരാൻ. ക്വസ്റ്റ്യൻ നമ്പർ 40. കിലിയോനിന്റെ സഹോദരൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മഹലോൻ. ക്വസ്റ്റ്യൻ നമ്പർ 41. യേശു പറഞ്ഞത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല, ഇതാരോട് പറഞ്ഞതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അമ്മയോട്. ക്വസ്റ്റ്യൻ നമ്പർ 42. ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ഡാഷ് സേവിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവമല്ലാത്തവയെ. ക്വസ്റ്റ്യൻ നമ്പർ 43. യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ എവിടെ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യൂദയായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 44. ഫിലിപ്പോസ് 200 ദനാറിന്റെ അപ്പം മതി കയ്യിലില്ലെന്ന് പറഞ്ഞത് എപ്പോഴാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു ചോദിച്ചപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 45.
വരുന്നു, പോകുന്നു. എന്താണ് നിലനിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭൂമി. ക്വസ്റ്റ്യൻ നമ്പർ 46. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ഡാഷ് നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 47. എപ്പോൾ ദൈവകോപം മനുഷ്യനിൽ നിലനിൽക്കും? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവൻ പുത്രനെ അനുസരിക്കാതിരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 48. എന്തുകൊണ്ടാണ് യേശുവിന് വിധിക്കാനുള്ള അധികാരം നൽകപ്പെട്ടത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മനുഷ്യപുത്രനായതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 49. മരുഭൂമിയിൽ പിതാക്കന്മാർ ഭക്ഷിച്ച വസ്തു എന്ത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മന്ന. ക്വസ്റ്റ്യൻ നമ്പർ 50. ഏത് വചനത്തിലാണ് യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നതായി പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 51. എങ്ങനെ സംസാരിക്കരുത് എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിവേകശൂന്യമായി. ക്വസ്റ്റ്യൻ നമ്പർ 52. യേശു കടലിന് മീതെ നടക്കുന്നത് ശിഷ്യന്മാർ എങ്ങനെ കണ്ടു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വള്ളത്തെ സമീപിക്കുന്നത് കാണിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 53. യോഹന്നാൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് നിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിങ്ങൾ അറിയാത്ത ഒരുവൻ. ക്വസ്റ്റ്യൻ നമ്പർ 54. ആരാണ് രാത്രി യേശുവിന്റെ അടുത്ത് വന്നത്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിക്കോദമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 55. യേശു അവളുടെ ഭർത്താവല്ലാത്തവൻ ആണെന്ന് പറഞ്ഞപ്പോൾ അവളോട് എന്ത് സംഖ്യ സൂചിപ്പിക്കുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 5. ക്വസ്റ്റ്യൻ നമ്പർ 56. ആരുടെ സാക്ഷ്യം മൂലമാണ് സമരിയക്കാരിൽ അനേകർ ഈശോയിൽ വിശ്വസിച്ചത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സമരിയക്കാരി സ്ത്രീയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 57. യേശു എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവം രക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 58. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ആരോട് കൂടെ ആയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദൈവത്തോട്. ക്വസ്റ്റ്യൻ നമ്പർ 59. ജീവിച്ചു പോയവരെ മരിച്ചു പോയവരെക്കാൾ ഭാഗ്യവാന്മാർ ആരായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരും. ക്വസ്റ്റ്യൻ നമ്പർ 60. യഹൂദർ യേശുവിനെ വധിക്കാൻ കൂടുതൽ ശ്രമിച്ചത് എവിടെയായിരുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യെരുശലേമിൽ.
ക്വസ്റ്റ്യൻ നമ്പർ 61. തീർച്ചയായും അല്ല, ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഡാഷ് അതിക്രമം കാണിക്കുകയാണ്. ഗലാത്യ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഞാൻ. ക്വസ്റ്റ്യൻ നമ്പർ 62. വചനത്തിൽ എന്തുണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 63. നിക്കോദേമോസ് ഈശോയെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, റബ്ബി. ക്വസ്റ്റ്യൻ നമ്പർ 64. ഒരുപിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള ഡാഷ് പാഴ്വേലയെക്കാളും ഉത്തമം. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അധ്വാനത്തെക്കാളും. ക്വസ്റ്റ്യൻ നമ്പർ 65. ഓരോ വ്യക്തിയും വിലയിരുത്തേണ്ടത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്വന്തം ചെയ്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 66. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നീ വിസ്മയിക്കേണ്ട എന്ന് പറഞ്ഞത് ആരോട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിക്കോദേമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 67. ആദിയിൽ എന്തുണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 68. എന്തെന്നാൽ ഡാഷ് മോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജഡ. ക്വസ്റ്റ്യൻ നമ്പർ 69. എഫ്രൈം ഡാഷിലെ റമാത്തായിമിൽ സൂഫ് വംശജനായ എൽക്കാന എന്നൊരാൾ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മലനാട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 70. സാമുവലിന്റെ വാക്ക് ആര് മുഴുവൻ ആദരിച്ചു? 1 സാമുവൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 71. ജനങ്ങൾ യേശുവിനെ പ്രവാചകൻ എന്ന് പറഞ്ഞു എപ്പോഴാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അടയാളം കണ്ട ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 72. ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല, എന്നാൽ അതിന്റെ പ്രവർത്തികൾ ഡാഷ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അതെന്നെ വെറുക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തിന്മയാണെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 73. അവിടെ എത്തിയപ്പോൾ കർത്താവ് നഗരത്തെയും ശിക്ഷിച്ചു, ജനങ്ങൾ സംഭ്രാന്തരായി, ആബാലവൃദ്ധം ജനങ്ങളും ഡാഷ് മൂലം കഷ്ടപ്പെട്ടു. 1 സാമുവൽ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കുരുക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 74. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ എന്തായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വെളിച്ചമായി. ക്വസ്റ്റ്യൻ നമ്പർ 75. ഹന്ന എവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവസന്നിധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 76. ആർക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓബദ് എന്ന് അവന് പേരിട്ടത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നവോമിക്കൊരു പുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 77. ആര് പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. ഗലാത്യ 6-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നാം. ക്വസ്റ്റ്യൻ നമ്പർ 78. യേശുവിനെ കൊല്ലാൻ കൂടുതൽ ശ്രമിച്ചവർ ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 79. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനെ അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ഡാഷ് ഒരുവളല്ല, എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോട് സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദാസിമാരിൽ. ക്വസ്റ്റ്യൻ നമ്പർ 80. 3 ദിവസം എന്ന വാക്ക് യേശുവിന്റെ ജീവിതത്തിൽ പിന്നീട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുനരുദ്ധാനം. ക്വസ്റ്റ്യൻ നമ്പർ 81. യൂദായിക്ക് താമാരൻ ഡാഷ് പേരസിന്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനിച്ച. ക്വസ്റ്റ്യൻ നമ്പർ 82. യേശു തന്റെ ആദ്യ അത്ഭുതം എവിടെ ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗലീലയിലെ കാന. ക്വസ്റ്റ്യൻ നമ്പർ 83. കർത്താവിന്റെ പേടകമെടുത്ത് വണ്ടിയിൽ വയ്ക്കുക. പ്രായശ്ചിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പടികൾ ഡാഷ് അതിന്റെ ഒരു വശത്ത് വയ്ക്കുവിൻ. 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പെട്ടിക്കുള്ളിലാക്കി. ക്വസ്റ്റ്യൻ നമ്പർ 84. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും ഡാഷ് ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുത്രന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 85. നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ. എന്തിന് സമയമാകുന്നു എന്ന് സൂചിപ്പിക്കുന്നത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിളവെടുപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 86. പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്താണ് ലഭിക്കുന്നത്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 87. വയലുകൾ വിളഞ്ഞ് കൊയ്ക്ക് പാകമായിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വിളവെടുപ്പ് ഉദാഹരണത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 88. ഫിലിസ്തീർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി ഇവിടെ നിന്ന് അഷ്തോദിലേക്ക് കൊണ്ടുപോയി. 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എബനേസറിൽ. ക്വസ്റ്റ്യൻ നമ്പർ 89. യേശു നേരിട്ട് ആരെയും എന്ത് ചെയ്യാതിരുന്നതാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നാനപ്പെടുത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 90. കർത്താവ് വീണ്ടും സാമുവേലിനെ വിളിച്ചു. സാമുവേൽ
അവൻ ഡാഷ് ഏലിയുടെ അടുക്കിലേക്ക് ചെന്ന് പറഞ്ഞു, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എഴുന്നേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 91. വാഗ്ദാനം സിദ്ധിച്ചവന് എന്ത് ലഭിക്കുന്നത് വരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സന്തതി. ക്വസ്റ്റ്യൻ നമ്പർ 92. എത്ര കുട്ട നിറയെ മിച്ചം ശേഖരിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 12. ക്വസ്റ്റ്യൻ നമ്പർ 93. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും ഈ അടയാളങ്ങൾ ചെയ്യുകയില്ല. ഈ വാക്കുകൾ ആരുടേതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിക്കോദമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 94. കർത്താവിന്റെ പേടകം 7 മാസം ആരുടെ രാജ്യത്തായിരുന്നു? 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്തീനരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 95. കൃപയും സത്യവും ആരിലൂടെ ലഭിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 96. കർത്താവിന്റെ എന്ത് അവിടെ ഏറെക്കാലം 20 വർഷത്തോളം ഇരുന്നു? 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 97. ഞാൻ പോയി എന്നീ ഡാഷ് വയലിൽ കാലാ പെറുക്കട്ടെ എന്ന് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അനുവദിക്കുന്നവരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 98. യേശുവിന്റെ അമ്മ കാനായിൽ എന്ത് പറഞ്ഞു? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവർക്ക് വീഞ്ഞില്ല. ക്വസ്റ്റ്യൻ നമ്പർ 99. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവൻ എന്തൊക്കെ നൽകുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സമ്പത്തും ഐശ്വര്യവും കീർത്തിയും. ക്വസ്റ്റ്യൻ നമ്പർ 100. ആര് മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. നന്ദി. ഇന്നത്തെ പഠനഭാഗത്തിലെ പോലെ 100 ചോദ്യങ്ങളുടെ ആയിരക്കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ വചനവായൽ ലോഗോസ് ക്ലബ് അംഗത്വം ഉള്ളവർക്ക് ലോഗോസ് ക്ലബിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടാതെ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്ക് സെറ്റ് ചോദ്യോത്തരങ്ങൾ ചെയ്തു പഠിക്കുവാൻ ലോഗോസ് ക്ലബിൽ അംഗത്വം സഹായിക്കുന്നു. ഇപ്രകാരം വചനവായൽ ആപ്പിൽ മാസ, വാർഷിക, ലൈഫ് അംഗത്വം എടുത്ത് എക്കാലത്തെയും ലോഗോസ് കിസിനൊരുങ്ങുവാൻ അസുലഭമായ സന്ദർഭം. ഏവർക്കും വചനവായൽ ആപ്പിലേക്ക് സ്വാഗതം. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.